ഈശ്വര, അവനിത് എന്ത് ചതിയാ കാണിച്ചേ? എത്ര കാലമായി നമ്മൾ പിടിച്ചോണ്ടിരുന്ന ലേലവാന്മാര് പിടിച്ചത് മഹാ നാണക്കേടായി പോയി. PK ഗ്രൂപ്പുകാർ അത്ര പണം നമ്മുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ തുക കയറ്റി വിളിക്കാഞ്ഞെന്ന ജനസംസാരം. ലേലം പിടിച്ചതുകൊണ്ട് മാത്രം എല്ലാം തീർന്നില്ല ചായ. അവന്മാര് നമ്മളെ തോപ്പിച്ചോണ്ട് ഇവിടെ മാനവ മര്യാദയായിട്ട് കച്ചവടം നടത്തുന്ന എനിക്കൊന്ന് കാണണം. വാഴിക്കല ഞാൻ ഒരുത്തനെയും. എടാ കുട്ടപ്പായി, ബിസിനസ് രംഗത്ത് ഇതൊക്കെ പതിവാ. നീ വെറുതെ അവന്മാർക്കെതിരെ ഗുണ്ടായിസം കാണിക്കാനൊന്നും പോണ്ട. നിങ്ങൾ വിഷമിക്കണ്ട, അടുത്ത പ്രാവശ്യം നമുക്ക് തിരിച്ചു പിടിക്കാന്നേ. വേണ്ട, ഇനി ആ കച്ചവടം നമുക്ക് വേണ്ട. പണ്ട് അപ്പനായിട്ട് തുടങ്ങി വെച്ചൊരു ഏർപ്പാടായതുകൊണ്ട് ഞാനും അത് തുടർന്ന് നടത്തിയതേ ഉള്ളൂ. അത് ഇങ്ങനെ നിർത്താനായിരിക്കും ദൈവം തമ്പുരാന്റെ തീരുമാനം. എന്നേക്കുമായി നിർത്തിയേക്കാം. ഒരിക്കൽ തോറ്റ് പിൻവാങ്ങിയത് തൊട്ട് ഇനി അവറാച്ചനില്ല. അതെ, ശേഖരൻ തമ്പിയോ? ഇതെന്നാ പറ്റി ഇത്ര പെട്ടെന്നൊരു തുക എങ്ങനെ പിൻവലിക്കാൻ? പലിശ കൃത്യമായിട്ടൊക്കെ എത്തുന്നുണ്ടല്ലോ. ഓഹോ, അത്ര അത്യാവശ്യമാണെങ്കിൽ വന്നോളൂ. ഓക്കെ. എന്നതാണെന്ന് അറിയാൻ മേല. രാവിലെ മുതൽ വരുന്ന കസ്റ്റമേഴ്സ് എല്ലാം പണം വിഡ്രോ ചെയ്തുകൊണ്ട് പോവാ. ഇങ്ങനെ പോയാൽ കുറച്ച് ഫണ്ട് ഉടനെ റേസ് ചെയ്യേണ്ടി വരും. ഹലോ, എന്നാ സുധാര? എന്നാ ആര് പറഞ്ഞു? തേവക്കാട്ട് ഫൈനാൻസ് പൊളിഞ്ഞു എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ ആരെങ്കിലും വിശ്വസിക്കുവോ? ഛേ, ലേലം പിടിക്കാഞ്ഞത് കൈ പണമില്ലാഞ്ഞിട്ടൊന്നുമല്ല. ആ തുകയ്ക്ക് പിടിച്ചാൽ നഷ്ടം വരുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് ഞങ്ങൾ അങ്ങ് വിട്ടുകൊടുക്കായിരുന്നു. ആ, നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും പണം വിഡ്രോ ചെയ്യാം. വന്നോളൂ. എന്നതാടോ? ഹലോ. അപ്പ ഇത് ഞാനാ. എന്നതാടാ? എന്നാ പറ്റിയേ? എന്നാ ചതിവ് പറ്റിയെന്ന് അറിയില്ല. ഡെപ്പോസിറ്റേഴ്സ് എല്ലാം പെട്ടെന്ന് വന്ന് പണം പിൻവലിക്കുക. ഇവിടുത്തെ ഫണ്ടെല്ലാം തീർന്നു. ഉടനെ കുറെ ക്യാഷ് റേസ് ചെയ്യണം. നീ വിഷമിക്കാതിരി, എല്ലാത്തിനും നമുക്കൊരു വഴിയുണ്ടാക്കാം. എന്നാ ഇത്? ആരും ബഹളം വെക്കരുത്. എറിയരുത്, എറിയരുത്. നിർത്താനാ പറഞ്ഞത്. ബാങ്കിലുണ്ടായിരുന്ന പണം മുഴുവൻ കൊണ്ടുവന്നിട്ടുണ്ട്. സീ ഫുഡ്സിലുണ്ടായിരുന്ന മുഴുവൻ ക്യാഷും കൊണ്ടുവന്നിട്ടുണ്ട്. എവന്റെയൊക്കെ മോന്തയ്ക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കാൻ. പിടിച്ച് മാറ്റണവന്മാരെ അങ്ങോട്ട്. അകത്ത് ഓഫീസിലിരിക്കുവാ. നിന്റെ ഒന്നും ഒരു ചില്ലി കാശും വേണ്ട തേവക്കാട്ടുകാർക്ക്. കേട്ടോ പുല്ലന്മാരെ? എന്നാ പിന്നെ ഞങ്ങൾ കാശ് കേടാ. എത്രയാടാ നിന്റെ നക്കാപ്പിച്ച കാശ്? പറയടാ, എത്രയാണെന്ന് അക്കൗണ്ട് നോക്കി അറിയാം. എവിടാ നിന്റെ പാസ്ബുക്ക്? കാണിക്കടാ. പാസ്ബുക്ക് ഇല്ല. അക്കൗണ്ട് നമ്പര്? അക്കൗണ്ട് നമ്പര് അത് വേണ്ട. വല്ലവന്റെയും വാക്ക് കേട്ട് ഇവിടെ അതിക്രമം കാണിച്ചാലുണ്ടല്ലോ, ചവിട്ടി എല്ലോടിക്കും ഞാൻ. നിങ്ങൾ ആരും പേടിക്കണ്ട. തേവക്കാട്ടുകാര് ഇന്ന് വരെ ആരെയും ചതിച്ചതായ ഒരു ചരിത്രം ഉണ്ടായിട്ടില്ല. കാശ് കിട്ടാനുള്ളവരൊക്കെ മാന്യമായിട്ട് വന്ന് കാശ് വാങ്ങിച്ചോണ്ട് വെക്കണം. ഒരുവിളെ വിളിക്കടാ. കഴിഞ്ഞത് കഴിഞ്ഞു. ഒരു നയാ പൈസ ഇല്ലാതെ പണം തിരിച്ചു കൊടുക്കുകയും ചെയ്തു. മറ്റുള്ളവരെ പോലെ അമിത പലിശ വാങ്ങി നാട്ടുകാരുടെ കഴുത്തറക്കാൻ നമ്മൾ തുടങ്ങിയ സ്ഥാപനമൊന്നും അല്ലല്ലോ ഇത്. ബാങ്ക് പലിശ നിരക്കിൽ ഒരു ധനസഹായം അത്രേ കരുതിയിട്ടുള്ളൂ. നാട്ടുകാർക്ക് അത് വേണ്ടെങ്കിൽ വേണ്ട, ഇതോടെ നിർത്തിയേക്കാം. 10-25 വർഷമായിട്ട് ഞാൻ നോക്കിയും കണ്ട് നടത്തിക്കൊണ്ട് പോന്നിരുന്നൊരു സ്ഥാപനമാണ്. അതിങ്ങനെ പെട്ടെന്നൊരു ദിവസം പൊട്ടുകയെന്ന് പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ മേലപ്പ. ഇച്ചായൻ ഇങ്ങനെ കൊച്ചു കുട്ടികളെ പോലെ ആയാലും സമാധാനിക്കും. അതങ്ങ് പോട്ടെ, നമുക്ക് വേറെന്തേലും തുടങ്ങാം. ഇച്ചായം വിഷമിക്കാതിരിക്കെ. ഓരോ ഡിപ്പോസിറ്റേഴ്സിന്റെ വീട്ടിലേക്കും ഫോൺ കോളുകൾ പോയിരുന്നു. കമ്പനി പൊളിഞ്ഞെന്ന് പറഞ്ഞുകൊണ്ടുള്ള അനോണിമസ് കോളുകൾ. അപ്പൊ ഇത് ആരോ കരുതി കൂടി ചെയ്ത ചതിയാന്നല്ലോ. ഒരു സംശയവും വേണ്ട, ഇതിന്റെ പിന്നിൽ വന്ന് ലേലം പിടിച്ചോമാര് തന്നെ. അവന്മാരുടെ ആൾക്കാരാ ബാങ്കിൽ വന്ന് കല്ലെറിഞ്ഞതും ബഹളം ഉണ്ടാക്കിയതും എല്ലാം. അതെ, അന്വേഷണത്തിനിടയ്ക്ക് അതെനിക്ക് ബോധ്യപ്പെട്ട കാര്യമാണ്. പക്ഷേ നിയമപരമായി അവർക്കെതിരെ നമുക്കൊന്നും ചെയ്യാനൊക്കുകയല്ല.
നിയമത്തിന്റെ സഹായമൊന്നും ആവശ്യമില്ല. ചതിയിലൂടെ എല്ലാം തച്ച് തകർത്തിട്ട് ഇച്ചായന്റെ ഈ കണ്ണുകൾ നിറപ്പിച്ചവന്മാരോട് മറുപടി പറയാൻ എനിക്കറിയാം. പോലീസിന്റെ നിയമം കൊണ്ട് അങ്ങോട്ട് വരാതിരുന്നാ മാത്രം മതി. കുട്ടപ്പായി, നീ വെറുതെ വഴക്കിലൊന്നും പോണ്ട. ഓ, എന്നാ പിന്നെ ഞാൻ ഒരു കാര്യം ചെയ്യാം. ഇത്രയും സൽക്കർമ്മങ്ങൾ ചെയ്ത അവന്മാർക്ക് ഓരോ പൂച്ചണ്ടും പൂമാലയും കൊടുത്തേച്ച് വരാം. എന്റെ വക ഒരു റീത്തും. ആ പുല്ലേ, അയ്യോ, തേവക്കാട്ട് തമ്പുരാക്കന്മാരെന്താ ഇവിടെ? ഫൈനാൻസ് കമ്പനി പൊളിഞ്ഞിട്ട് ഫണ്ട് പിരിവിന് ഇറങ്ങിയതാ? എടാ, നീ ലേലം പിടിച്ചപ്പോ അത് ബിസിനസ് രംഗത്തെ ഒരു മത്സരമാണെന്ന് കരുതി ക്ഷമിച്ചു. പക്ഷെ ഫിനാൻസ് കമ്പനി തകർക്കാൻ നീ കളിച്ച കളിയുണ്ടല്ലോ, അത് കണ്ടപ്പോ മനസ്സിലായി നീ ആണും പെണ്ണും കെട്ട ഒരു പരമ നാറിയാണെന്ന്. അതേടാ, ആണും പെണ്ണും കെട്ട കളി ഒരുപാട് കളിച്ചിട്ട് തന്നെ ഇവിടം വരെ എത്തിയത്. തേവക്കാട്ടുകാരെ കുത്തുപാള എടുപ്പിച്ച് തെണ്ടിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ നാറിയ കളികൾ കളിക്കാമോ അതൊക്കെ ഞാൻ ഇനി കളിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. നിന്ന് വാല് പഠിക്കാതെ പോടപ്പാ. കുട്ടപ്പായി, വേണ്ട. അവന്റെ ചോര തെറിച്ച കടപ്പന്നിയുടെ നാറ്റമായിരിക്കും. പിന്നെ ദിവസവും 4 നേരം കുളിക്കേണ്ടി വരും. വിട്ടേരെ. കുത്തി വാരിയല്ലൊടിക്കാൻ തേവക്കാട്ട് ആമ്പിള്ളേരുണ്ടെന്ന് മനസ്സിലായില്ലടാ. ഇപ്പൊ നിന്റെ നെഞ്ചത്തും മോന്തയ്ക്കും ഒക്കെ തന്നത് നമ്മൾ തമ്മിലുള്ള കച്ചവടത്തിന്റെ ചെറിയൊരു അഡ്വാൻസ് മാത്ര. ഇനിയും നിന്റെ മറ്റേ കളി കളിച്ചാലുണ്ടല്ലോ, അഡ്വാൻസ് കഴിച്ച് ബാക്കിയെല്ലാം കൂടെ എടുത്തൊരു മലത്തേച്ച് നിന്റെ രസീതുകൾ കൈ തരും. കേട്ടോ? കൊച്ചനെ, PK ഗ്രൂപ്പുകാർ ആരാണെന്ന് നീ അറിയാൻ പോതേ ഉള്ളൂ. വഴിയെ അറിയിച്ചോളാം ഞാൻ. ഹലോ, ആ ഉണ്ടല്ലോ. ആരാ സംസാരിക്കുന്നത്? ഞാൻ റാണിയുടെ കെമിസ്ട്രി പ്രൊഫസറാ. ആ കുട്ടി ഫോണിലൊന്ന് കിട്ടുമോ? എന്താ സാർ, പ്രശ്നമല്ലോ? ഏയ്, പ്രശ്നമൊന്നുമില്ല. ആ കുട്ടി ഒരു സംശയം ചോദിച്ചിരുന്നു. ഞാനത് റെഫർ ചെയ്തിട്ട് വിളിച്ചു പറയാമെന്ന് പറഞ്ഞിരുന്നു. അവൾ എന്നാ സംശയം ചോദിച്ചേ? അത് പിന്നെ സൾഫ്യൂരിക് ആസിഡിന്റെ രാസനാമം എന്താന്ന്. എടി ബുദ്ധൂസെ, സൾഫ്യൂരിക് ആസിഡിന്റെ രാസനാമം നിനക്ക് അറിയത്തില്ലോടി? അറിയാതെ പിന്നെ H2SO4. ആ, ഓ ഓ, ഡാ സൾഫ്യൂരിക് ആസിഡേ, നീ നേരിട്ടിങ് വന്നേച്ചാ മതി. 1 ജാർ സൾഫ്യൂരിക് ആസിഡ് മോന്തൊക്കെ ഒഴിച്ചു തരും. അപ്പൊ അറിയടാ നിനക്ക് അതിന്റെ രാസനാമം എന്നാന്ന്. അയ്യോ, കാണാൻ കൊള്ളാവുന്ന പെമ്പിള്ളേര് താമസിക്കുന്ന വീട്ടിലേക്ക് വിളിച്ച് ഒരുമാതിരി നമ്പർ ഇടാൻ നോക്കിയാലുണ്ടല്ലോ പന്ന. എന്നതാ കുട്ടൻസേ? ഏതോ ഒരുത്തൻ ശബ്ദം മാറ്റി നിന്റെ പ്രൊഫസറാണെന്ന് പറഞ്ഞ് സൾഫ്യൂരിക് ആസിഡിന്റെ രാസനാമം പറഞ്ഞു തരണം പോലും നിനക്ക്. ഓ, അത് കോളേജിൽ ഏതായാലും തലതെറിച്ച പയ്യന്മാരായിരിക്കുന്നേ. ആണോ? എങ്കിൽ മോളിനി കുറച്ചു നേരത്തേക്ക് ഫോൺ എടുക്കണ്ട. ഇന്ന് ഞാൻ അവനെ നോക്കും. പന്ന പുന്നാര മോനെ, നിന്റെ തന്തയുടെ മറ്റേ എന്തൊക്കെ വൃത്തിയായി പറയുന്നേ? അയ്യോ, നീയായിരുന്നോ? സോറിടാ, ആള് മാറിപ്പോയതാ. ആരോടായാലും ഈ ഭാഷയിലാണ് സംസാരിക്കുന്നേ. ഇത്തരം വികട സരസ്വതി വിളമ്പുന്നവരെ കാണുന്നതിന് ദേഷ്യം എനിക്ക്. പിണങ്ങാതടി മോളെ. എന്നതാ വേണമെങ്കിൽ നേരിട്ട് വന്നൊരു സോറി തരാം.
പോരായോ? വേണ്ട വേണ്ട, ഇനി എന്നെ കാണാൻ സംസാരിക്കൊന്നും വേണ്ട. ഓ, ഒരു കെമിസ്ട്രി പ്രൊഫസറും അവന്റെ ഒടുക്കത്തെ രാസനാമോ. ഓ പിള്ളേരെ, കറണ്ട് പോകാൻ സമയമായി, തിരികെ എത്തിച്ചോളൂ. ചേച്ചി ആ തിരിങ്ങെടുത്തേ. ദാ വരുന്നു. വേഗം, സമയായി. ഓ കൃത്യം. എടുത്തത് കൊണ്ട് വെക്ക് പിള്ളേരെ. ഇത് ഞാനാ കുട്ടപ്പായി, നോക്ക്. ഒന്നുമില്ല, മുന്ത താഴെ വീണതാ. ചേച്ചി, ഞാൻ വെട്ടം കൊണ്ടുവരാം. എന്നതാ ചേച്ചി? നാശം, ഒരു പൂച്ച എടുത്ത് ചാടിയതാ. ഒരു കള്ളപ്പൂച്ച ഇറങ്ങി നടപ്പുണ്ട്. കയ്യെ കിട്ടി അതിനെ തല്ലി കാലൊടിക്കണം. അത് ശരിയാ, അങ്ങനെ തന്നെ ചെയ്യണം. നിനക്ക് പഠിക്കാനൊന്നുമില്ലേ? കറണ്ട് വരട്ടെ ചേച്ചി. കറണ്ടൊക്കെ വന്നോളൂ, പോയി പഠിക്കാൻ നോക്ക്. ചെല്ലേ. നട റോഡിൽ വണ്ടി ഇട്ട് കളിക്കുന്നോടാ, എടുത്ത് മാറ്റടാ പുല്ലേ. സാറേ, ബ്രേക്ക് ജാമായതാ. വണ്ടി റിവേഴ്സ് എടുത്ത് മാറ്റണം. നിന്നോടാ പറഞ്ഞ വണ്ടി എടുത്ത് മാറ്റിയിടാ. സാറേ, നാശം പിടിക്കാൻ ഒന്ന് ഇറങ്ങി വന്ന് തള്ളടോ. വാടോ. പിടിക്ക്. വാ. ആ ലോറിക്കാരനെ പൊക്കി എടുത്ത് ജീപ്പിക്കറ്റ്. നോ എക്സ്പ്ലനേഷൻസ്. സർ, വളരെ വിവാദമായ രാഷ്ട്രീയ കൊലപാതക കേസിലെ പ്രതിയാണ് നിങ്ങളുടെ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടത്. സർ, കോടതിയിൽ ഹാജരാൻ കൊണ്ടുപോകുന്ന വഴി വളരെ അപ്രതീക്ഷിതമായി. നിങ്ങൾ എന്ത് വിശദീകരണം നൽകിയിട്ട് ഒരു കാര്യമില്ല. ഉടനെ തുരപ്പൻ ജോസിനെ എവിടെ നിങ്ങൾ തപ്പിയെടുത്തില്ലെങ്കിൽ നിങ്ങൾക്കെതിരെ ആക്ഷൻ എടുക്കേണ്ടി വരും. സർ, യു ക്യാൻ ഗോ നൗ. അതെ, തേവക്കാട്ടുന്ന് പറഞ്ഞാൽ മതി, മിനിസ്റ്റർക്ക് മനസ്സിലാവും. ആ മിനിസ്റ്ററാണോ? ഇത് തേവക്കാട്ട് കുരുവിളയാ. ഞാൻ അപ്പുറം കൊടുക്കാം. എന്നതാണോ ഇപ്പൊ ഈ വഴിയൊന്നും കാണുന്നില്ലല്ലോ. എന്റെ അവറാച്ചായ പരിഭവം ഒന്നും തോന്നരുത്, അറിയാമല്ലോ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ. ഞാൻ വിളിച്ചത് നമ്മുടെ പോളിന്റെ കാര്യം പറയാനാ. അവന്റെ കയ്യിൽ നിന്നാണല്ലോ മറ്റേ പ്രതി ചാടിപ്പോയത്. അതിന്റെ പേരിൽ ചെറുക്കനൊരു തട്ടുകേടുണ്ടാകാതെ താൻ നോക്കിക്കോണം. പ്രതിയെ എങ്ങനെയെങ്കിലും പിടിക്കാതെ ഈ പ്രശ്നത്തിൽ പരിഹാരം ഞാൻ കാണുന്നില്ല. എന്നാപ്പാ? ചാടിപ്പോയവനെ പിടിക്കാതെ ഒരു പരിഹാരമില്ലെന്നാ മിനിസ്റ്റർ പറയുന്നേ. ഒന്നിനു പുറകെ ഒന്നായിട്ടാകെ പ്രശ്നങ്ങളാണല്ലോ ഇവിടെ. ഇനിയിപ്പോ എന്നാ ചെയ്യും? മണിക്കൂർ വെച്ച് സ്റ്റേറ്റ് വിടുന്ന എന്നെ ആ തൊരപ്പൻ പോളച്ചിന് ഇവിടെ കിടന്ന് ജീപ്പ് ഓടിച്ചോണ്ട് ഒരു കാര്യമില്ല. തൊരപ്പൻ എവിടെയാണെന്ന് അറിയണേല് ഇനി ഒറ്റ മാർഗേ ഉള്ളൂ. എന്നതാടാ? കീരിയെ പിടിക്കണം. മുതലാളിയോ? എന്നതാടാ, വല്ലതും തടഞ്ഞോ? ഇത് സ്കൂട്ടാ. നീ വന്നെ ഒരു കോളുണ്ട്. വാടാ. എന്നതാ? വല്ലതും തടയുന്ന ഏർപ്പാടാണോ? അതൊക്കെ നിന്റെ യോഗം പോലെ ഇരിക്കും. തരാ റെഡി ആയിട്ടാ ഞങ്ങൾ വന്നിരിക്കുന്നത്. അതെങ്ങനെ വേണോന്ന് മാത്രം പറഞ്ഞേച്ചാ മതി. എന്നാ മുതലാളി സംഗതി? സംഗതി നിസ്സാരം. അറിഞ്ഞു കാണും തൊരപ്പൻ ചാടിപ്പോയത്. അവൻ ഏത് മാളത്തിലാണെന്ന് മാത്രം പറഞ്ഞേച്ചാ മതി. കാര്യം ശരിയാ. അവനെന്റെ അടുത്ത സുഹൃത്താണേലും മുങ്ങിയത് എങ്ങോട്ടാണെന്ന് എന്റെ അമ്മച്ചിയാണ് എനിക്കറിയത്തില്ല. സത്യം. അതിനാ മുതലാളി അറിയാമെങ്കിൽ പറയത്തില്ലൂ. എന്നാ വായിച്ചേ, ഇവന് കിട്ടാനുള്ള യോഗം ഇല്ലെന്ന് കരുതിയാ മതി. വന്നു കയറിയ സൗഭാഗ്യം നീ തട്ടിക്കളഞ്ഞടാ കീരി. മുതലാളി ഒന്ന് നിന്നേ. നിന്നു. എന്നാടാ? അല്ല, പറഞ്ഞാ എന്നാ തരും? അത് കുട്ടപ്പായ തീരുമാനിക്കുന്നത്. കുട്ടപ്പായേ, ഇവൻ എത്ര കൊടുക്കാനാ ഉദ്ദേശം? കീരിക്ക് എത്ര വേണം? അല്ല, ഈ ഒറ്റല് വലിയ വഞ്ചനയാ.
അപ്പൊ കാശ് ഇച്ചിരി കൂടും. ഒരു 50. അയ്യോ അത് നീ താങ്ങത്തില്ല. എന്നാ ഒരു 25. ഞാൻ മധ്യസ്ഥം പറയാം. വെറുതെ അധികം ഭാര്യ വലിച്ചൊന്നും മേടിക്കണ്ട. കയ്യോടൊരു 15 കൊടുത്തു തരും. എന്നതാ 15 വേണ്ട. ഹ, തന്നിട്ട് പറഞ്ഞാ മതിന്നേ. ഞങ്ങൾക്ക് ഒരു ധൃതിയും ഇല്ല. അപ്പൊ 15 ഉറപ്പിച്ചേ. കുട്ടപ്പായി ഞാൻ കൊടുത്തരടാ. അപ്പൊ ഇച്ച എണ്ണീക്കോ. ആ 1 2 3 4 5 6 7 8 9. ഓ അയ്യോ, ഈശോയെ 9 കിട്ടിയപ്പോഴേ നീ അണച്ചു. എന്നിട്ടാണ് 50 ചോദിച്ചത്. എന്റെ പുണ്യാളച്ച 50 കൊടുത്തിരുന്നേ ആംബുലൻസ് വേണ്ടി വന്നേ. പറയടാ എവിടെയാ തോരപ്പൻ?